ഇനി നമ്മൾ പറയാൻ പോകുന്നത് സെക്ഷൻ 3, അതായത് ചാപ്റ്ററിലെ പിന്നെ നമുക്ക് സെക്ഷൻ 3 യൂറിസോൺസ് ക്യാരക്ടറൈസേഷൻ ഓഫ് നോർമാലിറ്റി അതാണ് പറയാൻ പോകുന്നത്. അപ്പം അതിൽ പ്രൊപ്പോസിഷൻ 3.1 പ്രൊപ്പോസിഷൻ 3.1 പ്രൊപ്പോസിഷൻ 3.1 അതാണ് നമ്മൾ പറയാൻ പോകുന്നത് കേട്ടോ. അവിടെ പറയുന്ന ശ്രദ്ധിച്ച് കേട്ടോളൂ. ലെറ്റ് എ ആൻഡ് ബി be subsets of a space X, and suppose there exists a continuous function f from x to 0, 1 such that fx equal to 0 for every x belongs to A and fx equal to 1 for every x belongs to B, then there exists disjoint open sets U and V such that A is contained in U and B is contained in V. ഇപ്പം ശ്രദ്ധിക്കുക എല്ലാവരും. എന്താ പറഞ്ഞിരിക്കുന്നത്? ആദ്യം ഒരു സ്പേസ് നമ്മൾ എടുക്കുകയാണ്, എക്സ് എന്ന് പറഞ്ഞ സ്പേസ്. ഓക്കെ, എക്സ് എന്ന് പറഞ്ഞൊരു സ്പേസ് എടുത്തു. അതില് എയും ബിയും എന്താണ്? എ ആൻഡ് ബി ആർ സബ്സെറ്റ്സ് ഓഫ് എക്സ് ആൻഡ് എയും ബിയും സബ്സെറ്റ്സ് ആണ് എക്സിന്റെ. അങ്ങനെയാണെങ്കിൽ ഇവർ പറയുന്നത് എന്തെന്ന് വെച്ചാല്, ആൻഡ് സപ്പോസ് ദർ എക്സിസ്റ്റ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു 0, 1 എക്സിൽ നിന്നും 0, 1 ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ട് എന്നിരിക്കട്ടെ. സച്ച് ദാറ്റ് എങ്ങനെയാണ്? എഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എക്സ് ബിലോങ്സ് ടു എ. അതായത് എയിലുള്ള പോയിന്റ്സിനെ ഈ ഫംഗ്ഷൻ 0 കൊണ്ടുപോകുന്നു. ഇത് 1 ആണെങ്കിൽ ബിയിലുള്ള പോയിന്റ്സിനെ ഫംഗ്ഷൻ എങ്ങോട്ട് കൊണ്ടുപോകുന്നു? 1 കൊണ്ടുപോകുന്നു. ബി, ഇതാണ് ബി. മനസ്സിലായോ? എഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ ആൻഡ് എഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു ബി, then there exists disjoint open sets U and V such that A is contained in U and B is contained in V. അങ്ങനെയാണെങ്കിൽ രണ്ട് ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് യുവും ബിയും ഉണ്ടാവും. സച്ച് ദാറ്റ് A is contained in U and B is contained in V. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്രൂഫ്. പ്രൂഫ് ആദ്യം തന്നെ ചൂസ് എനി 2 sets which are disjoint and open. അതായത് രണ്ട് സെറ്റ്സ് എടുക്കുക. നമ്മള് എങ്ങനത്തെ സെറ്റ്സ് എടുക്കണം? ഡിസ്ജോയിന്റും ഓപ്പണും ആയിട്ടുള്ള സെറ്റ്സ് എടുക്കുക. അപ്പൊ നമ്മുടെ എഴുതാം, ചൂസ് എനി 2 sets which are disjoint and open. Take G equal to closed interval 0, closed open interval 0, 1/2 and H is equal to open closed interval 1/2. 1 നോക്കൂ. Choose any 2 sets which are disjoint. ഇത് രണ്ടും disjoint അല്ലേ? കാരണം ഇവിടെ 0 തൊട്ട് 1/2 വരെ 1/2 ഇല്ല. ഇവിടെ 1/2 തൊട്ട് 1 വരെ, ഇവിടെയും 1/2 ഇല്ല. അപ്പൊ രണ്ട് സെറ്റ്സ് എടുത്തു. ഡിസ്ജോയിന്റ് ആണ്, ഇത് ഓപ്പണും ആണ്. ഇത് ഓപ്പൺ ആവാൻ കാരണം
എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് സെറ്റ് ഓപ്പൺ ആവണമെങ്കിൽ അതിന്റെ കോംപ്ലിമെന്റ് ക്ലോസ്ഡ് ആവണം. നോക്കൂ, നമുക്ക് ജി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ 0 1 ജി കോംപ്ലിമെന്റ് എടുത്തു കഴിഞ്ഞാൽ എന്താ വരിക? 1/2 1 വരും അല്ലേ? 1/2 1. ഇത് ക്ലോസ്ഡ് അല്ലേ? അല്ലേ? 0 1/2 1/2 പോയി കഴിഞ്ഞാൽ എന്ത് വരും? 0 1/2 പോയി കഴിഞ്ഞാൽ 1/2 1 വരിക. അതുപോലെ എച്ച് കോംപ്ലിമെന്റ് എന്താ വരിക? എച്ച് കോംപ്ലിമെന്റ് ഇവിടെ 1/2 പോകണം. പോയി കഴിഞ്ഞാൽ ബാക്കി എന്താ വരിക? 0 1/2 എന്ന് വരും. ഓക്കെ, അപ്പൊ ഇതും എന്താണ്? ഇതും ക്ലോസ്ഡ് ആണ്. ജി കോംപ്ലിമെന്റും ക്ലോസ്ഡ് ആണ്, എച്ച് കോംപ്ലിമെന്റും ക്ലോസ്ഡ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ജിയും എച്ചും ഓപ്പൺ ആണ്. അങ്ങനെയാണ് പറയുന്നത് ഇത് രണ്ടിനെ ഓപ്പൺ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്തേ? ആദ്യം ചൂസ് എനി ടു സെറ്റ്സ് വിച്ച് ആർ ഡിസ്ജോയിന്റ് ആൻഡ് ഓപ്പൺ. ഓപ്പൺ ആവാൻ കാരണം ഇതാണ്. ഇനി അപ്പൊ നമ്മൾ എഴുതാം ജി ആൻഡ് എച്ച് ആർ ഓപ്പൺ സെറ്റ്സ് ഇൻ ക്ലോസ്ഡ് ഇന്റർവൽ 0 1. എന്നിട്ട് ഞാൻ യുവും വിയും എടുക്കുക. യു എങ്ങനെ എടുക്കേണ്ടത് വെച്ചാൽ എഫ് ഇൻവേഴ്സ് ജി എന്ന് എടുക്കുക. ആൻഡ് വിയെ ഞാൻ എടുക്കാൻ പോകുന്നത് എഫ് ഇൻവേഴ്സ് എച്ച് എന്നും എടുക്കുക. യുവിനെ എന്തെടുത്തു? എഫ് ഇൻവേഴ്സ് ജി എന്നും. വിനെ ഞാൻ എന്തെടുത്തു? എഫ് ഇൻവേഴ്സ് എച്ച് എന്നും എടുക്കുക. ഇനി നമുക്ക് എഫ് എന്താണെന്ന് തന്നിട്ടുണ്ട്. എന്താണ്? suppose there exists a continuous function f from x to 0 1 such that fx equal to 0 for every x belongs to a and fx equal to 1 for every x belongs to b എന്ന് തിയറത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാന്ന് വിചാരിച്ചാല് ഓക്കെ ഈ യുവും വിയും എന്ത് പറയാം? ഇത് കണ്ടിന്യൂസ്, എഫ് കണ്ടിന്യൂസ് ആണ്, പിന്നെ എന്താണ്? കണ്ടിന്യൂസ് ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ യുവും വിയും ഓപ്പൺ സെറ്റ്സ് ആണ് എന്ന് പറയാം. അപ്പൊ എഴുതിക്കോളൂ, സിൻസ് എഫ് ഈസ് കണ്ടിന്യൂസ് യു ആൻഡ് വി ആർ ഓപ്പൺ സെറ്റ്സ് ഇൻ ക്യാപിറ്റൽ എക്സ് എന്ന് പറയാം. ഇനി എക്സ് എയിലുണ്ട് എങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? എയിലുള്ള എല്ലാ എക്സിനും എഫ് എക്സ് എന്തായിരിക്കും? എഫ് എക്സ് 0 ആയിരിക്കും. അങ്ങനെയല്ലേ നമുക്ക് തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്? ഫോർ എവരി എഫ് എക്സ് ഈക്വൽ ടു 0 ഫോർ എവരി എക്സ് ബിലോങ്സ് ടു എ എന്നാണ് എഴുതിയത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? എഫ് എക്സ് ഈക്വൽ ടു 0. എഫ് എക്സ് 0 ആയി കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമുക്ക് ഇങ്ങനെ പറഞ്ഞുകൂടെ? എഫ് എക്സ് ബിലോങ്സ് ടു ക്ലോസ്ഡ് ഇന്റർവൽ 0 1/2 നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇതിൽ 0 ഇൻക്ലൂഡഡ് ആണ്, 0 1/2 എന്നുള്ളതിൽ. ഇതെന്ന് പറയുന്നത് എന്താണ്? ഈ 0 1/2 എന്ന് പറഞ്ഞ ഇന്റർവെൽ എന്താണ്? ജി ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? എഫ് എക്സ് ബിലോങ്സ് ടു ജി. അപ്പൊ എക്സ് എയിലുണ്ട് വെച്ചാൽ എഫ് എക്സ് ജിയിലുണ്ട് എന്ന് അർത്ഥം. എഫ് എക്സ് ജിയിലുണ്ടെന്ന് വെച്ചാൽ നമുക്ക് എന്ത് പറയാം? എഫ് കണ്ടിന്യൂസ് ആണ്. എക്സ് ബിലോങ്സ് ടു എന്ത് പറയാം? എഫ് ഇൻവേഴ്സ് ജി എന്ന് പറയാം. എഫ് ഇൻവേഴ്സ് ജി എന്ന് പറഞ്ഞാൽ എന്താണ്? യു ആണ്. അപ്പൊ എക്സ് യുയില് എന്ന് പറയാം. അപ്പൊ എക്സ് എയിലുണ്ടെങ്കിൽ എക്സ് യുയിലുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? which implies that A is a subset of U എന്ന് പറയാം. ഓക്കെ, A is a subset of U എന്ന് നമുക്ക് പറയാം. ഇനി അതേപോലെ x belongs to B എന്ന് വെച്ചാൽ എന്താ അർത്ഥം? എഫ് എക്സ് എന്താ? 1 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? എഫ് എക്സ് ഏത് ഇന്റർവെല്ലിൽ ഉണ്ടാവും? 1/2 1 എന്ന് പറഞ്ഞ ഇന്റർവെല്ലിൽ എഫ് എക്സ് ഉണ്ടാവും എന്നർത്ഥം. അതിന്റെ അർത്ഥം എന്താ? ഇതെന്താണ്? ഇത് എച്ച് ആണ്. അപ്പൊ എഫ് എക്സ് എച്ചിൽ ഉണ്ടാവും എന്നർത്ഥം. അതായത് എക്സ് എന്തിലുണ്ടാവും? എഫ് ഇൻവേഴ്സ് എച്ചില് ഉണ്ടാവും. എഫ് ഇൻവേഴ്സ് എച്ച് എന്താണ്? ബി ആണ്. അപ്പൊ എക്സ് ബിയിലുള്ളപ്പോ എക്സ് ബിയിലുണ്ട് എന്നർത്ഥം. therefore എന്ത് പറയാം നമുക്ക്? ബി is a subset of V എന്ന് പറയാം. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? A is a subset of U എന്നും B is a subset of V എന്നും നമുക്ക് കിട്ടി. therefore എന്ത് പറയാം നമുക്ക്? U intersection B equal to F inverse G intersection എന്ത് പറയാം? F inverse H എന്ന് പറയാം. അത് നമുക്കറിയാം, which is contained in F inverse of G intersection H എന്ന് പറയാം.
അതെന്ന് പറയുന്നത് എന്താണ്? എഫ് ഇൻവേഴ്സ് ഓഫ്, നമുക്ക് ആ ഇന്റർവെൽസ് എഴുതാം കേട്ടോ. 0 1/2 ഇന്റർസെക്ഷൻ 1/2 1 എന്ന് പറയാം. 1/2 ഇവിടെ ക്ലോസ്ഡ് ആണ്. 1/2 1 എന്ന് പറയാം. അപ്പൊ അതിന്റെ അർത്ഥം ഇതിന്റെ രണ്ടിന്റെ ഇന്റർസെക്ഷൻ എന്താ? 0 1/2 1/2 1ന്റെ ഇന്റർസെക്ഷൻ ഒന്നുമില്ല, 5 ആണ് അല്ലേ? എഫ് ഇൻവേഴ്സ് 5 ദാറ്റ് ഇസ് ഈക്വൽ ടു എന്ത് വരും? നമുക്ക് 5 എന്ന് വരും. അപ്പൊ നമുക്ക് എന്താ കിട്ടിയേ? യു ഇന്റർസെക്ഷൻ വി ഈക്വൽ ടു 5 എന്ന് കിട്ടി. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? നമുക്ക് എന്താ കിട്ടിയത്? therefore we can say that there exists disjoint open sets U and V in X such that A is contained in U and B is contained in V. അപ്പൊ ഈ തിയറം ഇമ്പോർട്ടൻ്റ് ആണ്, നന്നായിട്ട് പഠിക്കുക. ഇത് പ്രൊപ്പോസിഷൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഈസ് എ corollary. Next is a corollary. Corollary 3.2. അതായത് ഇവിടെ പറയുന്നത്, if a space X has the property, if a space X has the property that for any two mutually disjoint closed subsets A, B of which there exists a continuous function f from X to closed interval 0 1, taking the value 0 at all points of A and value 1 for all points of B, then X is normal. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ എന്താണ്? fx equal to 0 for every x belongs to A and fx equal to 1 for every x belongs to B എന്നാണ് പറഞ്ഞത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവിടെ അതേപോലെ തന്നെ പറഞ്ഞാണ്, if a space X has the property that for any two mutually disjoint closed subsets A and B, മനസ്സിലായോ? മ്യൂച്വലി ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ആണ് എയും ബിയും എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടാവുകയാണെന്ന് വിചാരിക്കുക. എഫ് എവിടുന്ന്? എക്സിൽ നിന്നും 0 1 എന്താണ്? ടേക്കിംഗ് ഈ എയിലുള്ള പോയിന്റ്സിനെല്ലാം 0 ബിയിലുള്ള പോയിന്റ്സിനെല്ലാം 1 ഉണ്ടാക്കുന്ന കൊണ്ടുപോകുന്ന ഒരു കണ്ടിന്യൂസ് ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ദെൻ ഈ സ്പേസ് എക്സ് നോർമൽ ആയിരിക്കും എന്നാണ് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പൊ നമുക്ക് ചെയ്യാം. ഓക്കെ, പ്രൂഫ്. Let A, B be two disjoint closed subsets of X, then by the above proposition there exists disjoint open sets U and V in X such that A is contained in U and B is contained in V and therefore X is normal. മുമ്പത്തെ പ്രൊപ്പോസിഷൻ വെച്ചിട്ട്
എയും ബിയും ഡിസ്ജോയിന്റ് ക്ലോസ്ഡ് സബ്സെറ്റ്സ് ഓഫ് എക്സ് ആണെങ്കിൽ എന്ത് പറയാം, ഡിസ്ജോയിന്റ് ഓപ്പൺ സെറ്റ്സ് യു ആൻഡ് വി ഉണ്ടാവും, സച്ച് ദാറ്റ് എ യുവിന്റെ ഉള്ളിലും ഉണ്ടാവും ബി വിന്റെ ഉള്ളിലും ഉണ്ടാവും. അങ്ങനെയാവുമ്പോൾ ആ എക്സ് എന്തായിരിക്കും, എക്സ് നോർമൽ ആയിരിക്കും. അപ്പൊ അത് മുമ്പത്തെ പ്രൊപ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് അങ്ങനെ പറയാൻ പറ്റും അല്ലേ. ഇനി യൂറിസോൺസ് ലെമ്മ, അടുത്തത് യൂറിസോൺസ് ലെമ്മയാണ്. A topological space Urisons URYSOHNS Urisons lemma. എഴുതിക്കോളൂ. A topological space X is normal if and only if it has the property that for every two mutually disjoint closed subsets A and B of X, there exists a continuous function f from x to closed interval 0, 1 such that fx equal to 0 for every x belongs to A and equal to 1 for every x belongs to B. എന്താ പറയുന്നത് വെച്ചാല് ഇത് സ്റ്റേറ്റ്മെന്റ് ആണ്. എ ടോപ്പോളജിക്കൽ സ്പേസ് എക്സ് നോർമൽ ആവണമെങ്കിൽ ഇഫ് ആൻഡ് ഓൺലി ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഫോർ എവരി two mutually disjoint subsets A and B of X, there exists a continuous function f from x to closed interval 0, 1 such that fx equal to 0 for every x belongs to A and equal to 1 for all points x belongs to B. Then കണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്താ പറയണേ, ഈ എക്സ് നോർമൽ ആണെന്ന് പറയുന്നത് അതാ പറയണേ. എ ടോപ്പോളജിക്കൽ സ്പേസ് ഈസ് നോർമൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ഇറ്റ് ഹാസ് ദ പ്രോപ്പർട്ടി ദാറ്റ് ഫോർ every two mutually disjoint closed subsets A and B of X, there exists a continuous function f from x to closed interval 0, 1 such that if x equal to 0 for x belongs to A and 1 for every x belongs to B. Okay. ഇനി ഒരു കൊറോളറിയും കൂടെ നിങ്ങൾക്ക് ഇവിടെ പഠിക്കാണ്ട്. Corollary 3.4 corollary ട്ടോ. All T4 spaces are completely regular and hence Tikhonov. All T4 spaces completely regular അതുകൊണ്ട് ടിക്നോഫും ആയിരിക്കും എന്നുള്ളതാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്ക് ഒരു T4 സ്പേസ് എക്സ് എടുക്കാം. എക്സ് T4 ആണെന്ന് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്, T4 എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താ, നോർമലും ആവും T1 ആവും അല്ലേ. നോർമലും T1 ആണ്.
എക്സ് നോർമൽ ആൻഡ് T1 എഴുതാം നമുക്ക്. അപ്പം എക്സ് നോർമൽ ആണ് വെച്ചാൽ എന്ത്, നമുക്ക് ഇപ്പോഴേ യൂറിസോൺസ് ലെമ വെച്ച് എന്ത് പറയാം, സിൻസ് എക്സ് ഈസ് നോർമൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് പറയാം, ബൈ യൂറിസോൺസ് ലെമ വെച്ചിട്ട് എന്ത് പറയാം, എക്സ് ഈസ് കംപ്ലീറ്റ്ലി റെഗുലർ ആണെന്ന് പറയാം. എന്താണ്, എക്സ് നോർമൽ ആണെങ്കിൽ യൂറിസോൺസ് ലെമ വെച്ചിട്ട് എന്ത് പറയാം, കംപ്ലീറ്റ്ലി റെഗുലർ ആണ് എന്ന് പറയാം. അതുകൊണ്ട് എന്ത് പറയാം, എക്സ് ഈസ് T1 ആൻഡ് T1 ആണെന്ന് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കംപ്ലീറ്റ്ലി റെഗുലറും ആണ് അല്ലേ. യൂറിസോൺസ് ലെമ വെച്ചിട്ട് ഇത് കംപ്ലീറ്റ്ലി റെഗുലറും ആയിരിക്കും. അതിന്റെ അർത്ഥം എന്താണ്, which implies that x is Tikhno. Implies that x is Tikhno. അപ്പം ഈ സെക്ഷനിൽ ഇത്രയും പഠിച്ചാൽ മതി. അപ്പം ഇത്രയും നന്നായിട്ട് പഠിക്കുക. ഓക്കെ.